ലോകത്തെ മുഴുവൻ പ്രത്യേകിച്ച് ചൈനയെ അമ്പരപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രതിരോധ നീക്കം ഇൻഡോ പസഫിക് മേഖലയിൽ സംഭവിക്കുകയാണ്. ഇന്ത്യയിൽ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ സംയുക്തമായി നിർമ്മിക്കാൻ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായിട്ടുള്ള ജപ്പാൻ തയ്യാറെടുക്കുന്നു. ഇതൊരു വെറും ആയുധ കച്ചവടമല്ല, രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും പൂർണ്ണമായും ഇന്ത്യക്ക് കൈമാറാനാണ് ജപ്പാന്റെ തീരുമാനം. ജപ്പാന്റെ പ്രതിരോധ ഉപകരണ കയറ്റുമതി നയത്തിലെ വളരെ സുപ്രധാനവും ചരിത്രപരവുമായിട്ടുള്ള ഒരു മാറ്റമാണിത്, ഒരു മുന്നേറ്റം ആണെന്ന് തന്നെ പറയാം. ജാപ്പനീസ് നാവികസേനയുടെ ഏറ്റവും പുതിയതും കരുത്തുറ്റതുമായിട്ടുള്ള മൊഗാമി ക്ലാസ് അഥവാ 30 FFM സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഇന്ത്യൻ കപ്പൽ നിർമ്മാണശാലകളിൽ നിർമ്മിക്കാനാണ് ജപ്പാൻ താല്പര്യം അറിയിച്ചിരിക്കുന്നത്. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ തെന്നി മാറാൻ കഴിവുള്ള അത്യാധുനിക ഡിസൈനാണ് ഈ കപ്പലുകളുടേത്. മിത്സുബിഷി ഇലക്ട്രിക് വികസിപ്പിച്ചെടുത്ത OPY-2 ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറാണ് ഈ കപ്പലിന്റെ പ്രധാന കരുത്ത്. ആകാശത്തെ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും സമുദ്രോപരിതലം നിരീക്ഷിക്കാനും മിസൈലുകളെ കൃത്യമായി നയിക്കാനും ഈ ഒരൊറ്റ റഡാർ സംവിധാനത്തിന് സാധിക്കും. റഡാറിൽ നിന്നുള്ള വിവരങ്ങൾ കപ്പലിലെ കമാൻഡ് സെന്ററിലുള്ള വലിയ സ്ക്രീനുകളിൽ 360 ഡിഗ്രിയിൽ ദൃശ്യമാകും. ഡ്രോണുകൾ, ശത്രു കപ്പലുകൾ, മിസൈലുകൾ എന്നിവയെ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഇത് കമാൻഡർമാരെ സഹായിക്കും. എന്താണ് ഈ മൊഗാമി ക്ലാസ് ഫ്രിഗാറ്റുകളെ ഇത്രയധികം അപകടകാരിയാക്കുന്നത് എന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിക്കോൺ എന്ന് വിളിക്കപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് മാസ്റ്റ് ആണ്. അതായത് കപ്പലിന്റെ മുകളിലുള്ള സ്തംഭത്തിനുള്ളിലാണ് റഡാറുകളും മറ്റും സെൻസറുകളും ഒക്കെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവ പുറത്തേക്ക് തള്ളി നിൽക്കാത്തതിനാൽ ശത്രുക്കൾക്ക് ഈ കപ്പലിന്റെ സാന്നിധ്യം എളുപ്പം കണ്ടെത്താനാകില്ല. പൂർണ്ണമായി ലോഡ് ചെയ്താൽ 5500 ടൺ ഭാരമുള്ള ഈ കപ്പലിന് കരുത്തേകുന്നത് റോൾസ് റോയ്സ് MT-30 ഗ്യാസ് ടർബൈൻ എഞ്ചിനാണ്. ഇതിലൂടെ 30 നോട്ടിക്കിലധികം വേഗത കൈവരിക്കാൻ സാധിക്കും. 127 mm മെയിൻ ഗണ്ണും ആന്റി ഷിപ്പ് മിസൈലുകളും ഇതിലുണ്ട്. കൂടാതെ UUVകളും USVകളും പോലുള്ള ആളില്ലാ ജലവാഹനങ്ങളെയും ഡ്രോണുകളെയും നിയന്ത്രിക്കാനുള്ള ഒരു മദർഷിപ്പായി പ്രവർത്തിക്കാനും ഇതിന് കഴിയും. അത്യാധുനിക ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ഉള്ളതിനാൽ വെറും 90 ക്രൂ അംഗങ്ങൾ മാത്രം മതി ഈ വമ്പൻ കപ്പൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ. എന്തിനാണ് പതിവിന് വിപരീതമായി ജപ്പാൻ ഇന്ത്യയുമായി ഇത്ര വലിയൊരു സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് തയ്യാറാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരം ദക്ഷിണ ചൈന കടലിലും ഇൻഡോ പസഫിക് മേഖലയിലും ഒളിച്ചും പാത്തും ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങളാണ്. ഏഷ്യയിൽ ചൈനയുടെ ആധിപത്യം തടയാൻ ഇന്ത്യയെ പോലൊരു അധികായൻ ഒപ്പമുണ്ടാകേണ്ടത് ജപ്പാന്റെയും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുടെയും വലിയ ആവശ്യം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണം കേന്ദ്ര സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് പകരുന്ന ഊർജം ഒട്ടും തന്നെ ചെറുതല്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ നാവിക സ്വാധീനം വർദ്ധിപ്പിക്കാനും ഇത്തരം അത്യാധുനിക കപ്പലുകൾ അത്യന്താപേക്ഷിതമാണ്. നിലവിൽ തദ്ദേശീയമായി പ്രൊജക്ട് 17A എന്ന പദ്ധതിയിലൂടെ ഇന്ത്യ സ്വന്തമായി അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ജപ്പാന്റെ ഈ വാഗ്ദാനത്തോട് ഇന്ത്യ ഇതുവരെ അനുകൂലമായി ഔദ്യോഗിക പ്രതികരണം അറിയിച്ചിട്ടില്ല. എന്നിരുന്നാലും സാങ്കേതിക വിദ്യ പൂർണ്ണമായി നൽകാൻ ജപ്പാൻ തയ്യാറാകുന്നത് ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യ കൈവരിച്ച വിലമതിക്കാനാവാത്ത സ്വാധീനത്തിന്റെ തെളിവ് തന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രതിരോധ സഹകരണം യാഥാർത്ഥ്യമായാൽ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ അധികാര സമവാക്യങ്ങളെ തിരുത്തിക്കുറിക്കുമെന്നും അയൽക്കാർക്ക് ചില ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുമെന്നും ഉറപ്പാണ്. അത് ഏത് അയൽക്കാരാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. മലയാളം.